بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന പ്രധാനമായൊരു വിഷയം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം 27 രാവാണ്. ഈ 27 രാവ് എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായൊരു ദിവസമാണ്. ഏറ്റവും നമുക്ക് കൂടുതൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഇൽമുകൾ കരസ്ഥമാക്കാനും ഗുണങ്ങൾ നേടിയെടുക്കാനും ഒക്കാവുന്ന ഒരു പ്രധാനമായൊരു ദിവസമാണ്. ഇന്നത്തെ ദിവസം നമ്മൾ കരസ്ഥമാക്കി ലൈലത്തുൽ ഖദ്ർ കരസ്ഥമാക്കി കഴിഞ്ഞാൽ ഏതാണ്ട് 1000 മാസം നമ്മൾ ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നതാണ്. 1000 മാസം എന്ന് പറയുമ്പോൾ 1000 മാസത്തിനേക്കാൾ നോയമ്പ് പിടിച്ച പ്രതിഫലം അള്ളാഹു തആല തരും എന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരു പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന അൻസൽനാഹു എന്നുള്ള സൂറത്ത് തന്നെ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രധാനമായ ഒരു ദിവസം എന്ന് പറയുന്നത് 30 ദിവസം നോയമ്പ് പിടിച്ചെങ്കിലേ ഇത് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റൂ. ഒന്നീ 30 അല്ലെങ്കിൽ 29 ആ ദിവസം നോയമ്പ് പിടിച്ചെങ്കിലേ ഈ പ്രാധാന്യമുള്ള ഈ ലൈലത്തുൽ ഖദ്റിനെ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും. അതുകൊണ്ട് കഴിവതും നോയമ്പ് കളയാതെ കണ്ട് മൊത്തം നോയമ്പ് പിടിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന് കൂടി ഇതോടൊപ്പം പറയുകയാണ്. അങ്ങനെ നോയമ്പ് പിടിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഒന്നിനെ നമുക്ക് തരികയും അതിൻ്റെ പ്രതിഫലം നമുക്ക് തരികയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നീട് നമ്മൾ ഈ നോയമ്പ് പിടിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയും അനാവശ്യമായ കാര്യത്തിലേക്കൊക്കെ ഇടപെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ നോയമ്പ് അങ്ങ് മുറിഞ്ഞു പോവുകയാണ് പോകുന്നത്. നമ്മളത് അറിയുന്നില്ല. അപ്പം നമ്മൾ ചെയ്യുന്നതിന് പ്രതിഫലം കിട്ടാതെ വരും. അപ്പം നമ്മൾ ചെയ്യുന്നതിന് പ്രതിഫലം കിട്ടണമെങ്കിൽ ആ നോയമ്പ് പിടിക്കുമ്പോൾ വളരെ അച്ചടക്കത്തോടുകൂടി നമസ്കരിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. 88 വർഷവും അതിനപ്പുറവും നോയമ്പ് പിടിച്ച പ്രതിഫലം അല്ലാഹു തആല തരും എന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പ്രധാനമായ ഒന്നാണ്. അപ്പോൾ അങ്ങനെ ഈ ലൈലത്തുൽ ഖദ്റിനെ കരസ്ഥമാക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണമെന്ന് വീണ്ടും ഈ വീഡിയോയിലൂടെ പറയുന്നു. അത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ഈ പ്രതീക്ഷയോടുകൂടി തന്നെ ഇന്നത്തെ ദിവസം കഴിഞ്ഞുകൂടുന്നത് എന്നുള്ള വസ്തുതയും കറക്റ്റായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തൽക്കാലം പുറത്തുനിന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.